अस्सलामु अलैकुम वरहमतुल्लाह। लोक कहानी। यह सबक स्पेनिश ज़बान की एक ലോക് കഹാനി पर മുസ്തമിൽ है. ഈ അധ്യായം സ്പെയിൻ ഭാഷയിലുള്ള ഒരു ലോക് കഹാനിയാണ് ഉൾക്കൊള്ളുന്നത്. लोक कहानी किसी माशरे के अफराद में सुनी सुनाई जाने वाली ऐसी कहानी होती है. ഈ ലോക് കഹാനി എന്ന് പറയുന്നത് കിസി മാഷിറയ്ക്ക് ഏതെങ്കിലും ഒരു സമൂഹത്തിലെ അഫ്രാദ്മേ വ്യക്തികൾക്കിടയിൽ സുനി സുനായി ജാനേവാലി കേട്ടുകേൾവിയുള്ള ഐസി കഹാനി ഹോത്തിഹെ ഇങ്ങനെയുള്ള കഥയാണ്. ജിസ്മേം ആ കഥയിൽ ഫിത്രത്ത് പ്രകൃതി, ഇൻസാൻ മനുഷ്യൻ ഓർ മാഹൗൽ കി അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദൂസരി തഫ്സീലാത്ത് കെ മറ്റു വിവരങ്ങളുമായി മുതാലിഖ് ബന്ധപ്പെട്ടിട്ടുള്ള റവായത്തോം കോ പാരമ്പര്യങ്ങളെ, ട്രഡീഷൻസുകളെ അഖലാക്കി താലീമോ തർബിയത്ത് की खातिर കഹാനി के रूप में बयान किया जाता है. ഇങ്ങനെയുള്ള എന്താ പറയുക വിവരണങ്ങളെ എന്ത് ചെയ്യുക, താലീമോ തർബിയത്തിക്ക് ഖാത്തിർ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, അധ്യാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അഖലാക്കി താലീം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അധ്യാപനത്തിന് വേണ്ടി, ഖാത്തിർ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഖാത്തിർ എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടി എന്നർത്ഥം. കഥയുടെ രൂപത്തിൽ കഥയുടെ രൂപത്തിൽ ബയാൻ കിയ ജാത്താ ഹെ, വിവരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കഥകൾക്കാണ് നമ്മൾ ലോക് കഹാനി എന്ന് പറയുന്നത്. ഇസ് കഹാനിമേം ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഈ കഹാനിയിൽ ഖുദാ പർ ദൈവത്തിലുള്ള, അള്ളാഹുവിലുള്ള കിസാൻ കെ ഒരു കൃഷിക്കാരൻ്റെ പുഖ്താ യക്കീൻ കോ ദൃഢ വിശ്വാസത്തെയാണ് ഇസ് ഢംഗ് സെ പേഷ് കിയ ഗയാ ഹെ, ഈ രൂപത്തിൽ, ഢങ്കന രൂപം, ഈ ശൈലി രൂപം എന്നൊക്കെ ഈ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പേഷ്കറന്നാണ് അവതരിപ്പിക്കുക. ഉസ്സെ അതിലൂടെ ബഅഹ്മി ഹംദർദി, ബഅഹ്മി പറഞ്ഞാൽ എന്താ പറയുക, പരസ്പരമുള്ള ഹംദർദി സഹതാപം, അതുപോലെ തന്നെ ഓർ ഇൻസാൻ ദോസ്തി, അതുപോലെ മനുഷ്യ സാഹോദര്യം, ഇവയൊക്കെ തസ്വീർ കഷി ഹോ ജാത്തി, ഇവയൊക്കെ എന്ത് ചെയ്യാണ്, ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ കഹാനി വായിക്കാൻ പോവാണ്. ഖുദാക്കെ നാം ഖത്ത് എന്നാണ്, ദൈവത്തിനുള്ള ഒരു കത്ത് എന്നാണ് ഈ കഹാനിയുടെ, ലോക് കഹാനിയുടെ പേര്. ഇസ് വാദി ക ഇക്കലൂത്ത മക്കാൻ, ഇക്കലൂത്ത എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട എന്നുള്ള അർത്ഥം. ഈ വാദിയിൽ, ഈ മലഞ്ചെരുവിലെ ഒറ്റപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് ഏക് ചോട്ടി സി ചട്ടാൻ കെ ഊപ്പർ ബനാ ഹുവാ താ, വളരെ ചെറിയ, ചൊട്ടി സി ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറ, വളരെ ചെറിയ ഒരു പാറയുടെ മുകളിൽ ബനാഹുവാദ നിർമ്മിക്കപ്പെട്ടതാണ്. വഹാൻ അവിടെ ഖടേ ഹോക്കർ അവിടെ നിന്നുകൊണ്ട് ബഹ്തേ ഹുയേ ധറിയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ, അതുപോലെ തന്നെ മട്ടർ ഓർ ചനയ്ക്ക് കേത്തോം, അതുപോലെ തന്നെ പട്ടാണി, മട്ടർ എന്ന് പറഞ്ഞാൽ പട്ടാണി, അതുപോലെ ചനയുടെയും പട്ടാണിയുടെയും കേത്തോം കോ കൃഷികളെ ബഹുബീ ദേഖാ ജാ സക്താദ വളരെ മനോഹരമായിട്ട് എന്താ പറയുക അതിനെ കാണാൻ പറ്റും. ഏകീത് പടി ഒംദ ഫസിൽ തെത്തേത്, ഈ കൃഷി പടി ഒംദ വളരെ, പടി ഒംദ എന്നാൽ മേത്തരമായ, ഫസൽ തെത്തേത് ഫസൽ എന്ന് പറഞ്ഞാൽ വിളകൾ നൽകുന്നു. ഓർ ഉനേം അവകളെ ജിസ് ചീസ് കി ബേഹദ് സറൂറത്തി വോ ബാരിഷ് തി, ഉനേം ഇവകൾക്ക് ജിസ് ചീസ് കി ഈ വസ്തുക്കളെ, ഏത് വസ്തുക്കളെയാണോ ബേഹദ് സറൂറത്തി അത്യാവശ്യമായിട്ടുള്ളത്, അത് ബാരിഷ്ടി അത് മഴയാണ്. അപ്പോൾ ഈ കൃഷികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അത് മഴയാണ് എന്നർത്ഥം. ലീൻ ഷോ എന്ന് പറയുന്നത് ഇതിലുള്ള ഒരു ക്യാരക്ടറാണ്.
പിന്നെ കിർദാറാണ്. അദ്ദേഹമാണ് ഇതിലുള്ള കർഷകൻ. അദ്ദേഹം ലീൻ ഷോ അപ്നി ജമീൻ ഓർ ഖേത്തോം കെ ചുപ്പേ ചുപ്പേ സെ വാക്കിഫ് ദ. പിന്നെ അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൽ നിശബ്ദനായിട്ട് നിൽക്കുകയായിരുന്നു. വോ ആജ് സുബഹ് സെ ബാർ ബാർ ആസ്മാൻ ദേഖേ ജാ രഹാ ഥ. അദ്ദേഹം ഇന്ന് സുബഹി മുതൽ തന്നെ ഒരുപാട് പ്രാവശ്യമായി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്നെ തശ്വീഷ്നാക്ക് ലഹ്ജമേ കഹ. അദ്ദേഹം തശ്വീഷ് എന്ന് പറഞ്ഞാൽ ചിന്തോദ്ദീപകമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയാണ്, ബീബി മേരാ കിയാസ് ഹേ, എൻ്റെ അനുമാനം പിന്നെ ആജ് ബാരിഷ് ഹോഗി, ഇന്ന് മഴയുണ്ടാകുമെന്നാണ് എൻ്റെ അനുമാനം. ബീബിനെ ജോ ഇസ് വക്ത് ഖാന തയ്യാർ കർ രഹി ഥി. ബീബി അവർ ഈ സമയത്ത് ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ യേസ് സുൻകർ, ഇത് കേട്ടിട്ട് ജവാബ് ദിയ, മറുപടി പറഞ്ഞു, ഹാൻ, യെസ്, അതെ, ആജ് ഇന്ന് കിസി ബി വക്ത് ബാരിഷ് ഹോ സക്തി ഹെ, ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അഗർ റബ് ചാഹേ തോ, ദൈവം അള്ളാഹ്, ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഉസ് വക്ത് ബഡി ഉമ്ര കെ ലഡ്കെ ഖേത്തോം മേം കാം കർ രഹേ ഥേ. ഈ സമയത്ത് ബഡി ഉമ്ര കെ ലഡ്കെ, അവരുടെ മുതിർന്ന കുട്ടികൾ ഖേത്തോം മേം, കൃഷിയിടത്തിൽ കാം കർ രഹേ ഥേ, പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർ ചോട്ടെ ബച്ചെ, ചെറിയ കുട്ടികൾ മക്കാൻ കെ നസ്ദീഖ്, അവിടെ അടുത്തുള്ള പ്രദേശത്ത് ഖേൽ രഹേ ഥേ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നസ്ദീഖ് എന്ന് പറഞ്ഞാൽ അടുത്ത്. തോടി ദേർ ബാദ്, അല്പസമയത്തിന് ശേഷം ബീബിനെ ഉനേം ആവാസ് ദി, ബീബി അവരെ ഉറക്കെ വിളിച്ചു. എന്താ വിളിച്ചത്? ആജാओ സബ് ആജാओ, എല്ലാവരും വരൂ, ഖാന തയ്യാർ ഹേ, ഖാന റെഡി ആയിട്ടുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജബ് സബ് മിൽക്കർ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖാന ഖാ രഹേ ഥേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജൈസ ലീൻ ഷോനെ കിയാസ് ആരായി കീ ഥി, നമ്മുടെ ലീൻ ഷോ ഇങ്ങനെ പ്രവചിച്ചു. കിയാസ് ആരായി കാരണം പറഞ്ഞാൽ പ്രവചിക്കുക. ബാരിഷ് ഹോനെ ലഗി, മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബാരിഷ് കെ ഷഫാഫ് ഖത്തറെ ജമീൻ പർ ബറസ് രഹേ ഥേ, ബാരിഷ് കെ ഷഫാഫ് ഖത്തറെ, മഴയുടെ ശുദ്ധമായ തുള്ളികൾ ജമീൻ പർ, ഭൂമിയിലേക്ക് ബറസ് രഹേ ഥേ, വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർ ആസ്മാൻ പർ ഷിമാൽ കി ജാനിബ് സെ, ആകാശത്ത് ഷിമാൽ കി ജാനിബ് സെ, വടക്ക് ഭാഗത്ത് നിന്നും ബാദലോം കെ പഹാഡ് ചലേ ആ രഹേ ഥേ, മേഘപർവ്വതങ്ങൾ, ബാദലോം കെ പഹാഡ്, മേഘപർവ്വതങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹവാബി തേസ് ഥി, കാറ്റാണെങ്കിൽ അതിശക്തമായിരുന്നു. ലീൻ ഷോ ബാഹർ കെ തോം മേം നിഖൽ ഗയ, ലീൻ ഷോ പുറത്തിറങ്ങി തൻ്റെ കൃഷിയിടത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ എത്തി. ഉസ്കാ മക്സദ്, നിഖൽ കർണാന്നാണ് ശരിക്ക് പ്രത്യക്ഷപ്പെടാന്നർത്ഥം. അപ്പോൾ തൻ്റെ കൃഷിയിടത്തിലെത്തി അദ്ദേഹം. ഉസ്കാ മക്സദ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഉസ്കെ സിവ, ഇതല്ലാതെ കുച്ച് ഓർന, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ബാരിഷ് സെ പൈദാ ഹോനെ വാലി തരംഗ്, മഴയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരംഗ്, ആവേശത്തെ, അപ്പനെ തന്മന്മേം, തൻ്റെ ശരീരത്തിലും ആത്മാവിലും, തന്മന്മേം, തൻ്റെ ശരീരത്തിലും ആത്മാവിലും എന്ത് ചെയ്യണം? തന്മൻ എന്ന് പറഞ്ഞാൽ ജീവനും ശരീരവും എന്നർത്ഥം. അപ്പനെ തന്മന്മേം റവാൻ ധവാൻ ധേക്കിയെ, തൻ്റെ ശരീരത്തിലും ആത്മാവിലും റവാൻ ധവാൻ, റവാൻ ധവാൻ ധേക്കി, അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ. റവാൻ ധവാൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ അതെന്ത് ചെയ്യണം? ധേക്കി, കാണണം. റവാൻ ധവാൻ വളരെ വേഗത്തിൽ. അപ്പോൾ തൻ്റെ ആത്മാവിനും ശരീരത്തിലും ആ തരംഗം, ആ ആവേശം, മഴയിലൂടെ ഉണ്ടായിത്തീരുന്ന ആവേശം, തരംഗ്,
അത് തൻ്റെ ആത്മാവിനും ശരീരത്തിനും വളരെ വേഗം തന്നെ ധവാൻ തേക്കെ കാണണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കൃഷിയിടത്തിൽ ചെന്ന് നിന്നത്. ജബ് വോ ഘർ മേം വാപ്പസ് ആയാത്തോ, അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജസബാത്തി ഓർ ജോഷീലി ആവാസ് മേം പോലെ, ജസബാത്തി ഓർ ജോഷീലി എന്ന് പറഞ്ഞാൽ ആവേശം, അത്യാവേശം, ആവേശഭരിതമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. ജസബാത്തി എന്ന വൈകാരികമായ ആവേശഭരിതമായ ശബ്ദ അദ്ദേഹം പറഞ്ഞു, ജോ കുച്ച് ഇസ് വക്ത് ആസ്മാൻ സെ ബറസ് രഹാ ഹേ, ഇപ്പോൾ ആകാശത്ത് നിന്നും പെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബാരിഷ് കി ഖത്രെ നഹീം, അത് മഴത്തുള്ളികളല്ല കേട്ടോ, ബൽക്കെ മറിച്ച് സഖേ ഹൈ, അത് നാണയത്തുട്ടുകളാണ്. ബഡേ ഓർ ചോട്ടെ, ചെറുതും വലുതുമായ നാണയത്തുട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആകാശത്ത് നിന്നും പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആവേശത്തിൻ്റെ പുറത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി. ബാക്കി അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.